അച്ചു പേടിയോടെ പുറത്തേക്ക് ഇറങ്ങി. മുകളിലത്തെ നിലയിലെ മുറിയിലായിരുന്നു അവൾ. ചുറ്റും ഒന്ന് കണ്ണോടിച്ചതും അച്ചുവിന്റെ നെഞ്ചിടിച്ചു. അവളുടെ മുറിക്ക് പുറത്ത് ഉൾപ്പെടെ 2 അടി അകലത്തിൽ ഗാർഡ്സ് നിരന്നു നിൽക്കുന്നുണ്ട്. അവരുടെ ഭയപ്പെടുത്തുന്ന രൂപവും ഇടുപ്പിലിരിക്കുന്ന ഗണ്ണും ഒക്കെ കണ്ട് അച്ചുവിന് പേടിയാകാൻ തുടങ്ങി. പക്ഷെ അവർ ആരും അവൾ എന്നൊരു വ്യക്തി അവിടെ ഉള്ളതായിട്ട് പോലും ഭാവിക്കുന്നില്ല. പേടിയോടെ വിറച്ച് വിറച്ച് അവൾ ഓരോ അടിയും മുന്നോട്ട് വെച്ചു. അവൾ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി. അവൾ പോയെന്ന് മനസ്സിലായതും ഗാർഡ്സ് പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതിൽ പ്രധാനിയായ ഒരാൾ ചെവിയിലിരിക്കുന്ന ഇയർബഡ്സ് ഒന്നുകൂടി അമർത്തി വെച്ചുകൊണ്ട് ഡെവിക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അച്ചു കൊട്ടാര തുല്യമായ ആ വീടിന്റെ ഹാളിൽ വന്ന് പകച്ചു നിന്നു. അവിടെയുണ്ട് നിറയെ ഗാർഡ്സ്. എന്തിനധികം മുകളിലേക്കുള്ള സ്റ്റെപ്പിന്റെ ഇരു സൈഡിൽ പോലും ഗാർഡ്സ് ഉണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഇത്രയും ഗാർഡ്സ് ഇല്ലായിരുന്നല്ലോ എന്നവൾ അറിയാതെ ചിന്തിച്ചു പോയി. പതിവ് പോലെ അവൾ കിച്ചണിലേക്കാണ് ചെന്നത്. അവിടെ ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ ആരും തന്നെ അവളെ മൈൻഡ് ചെയ്തില്ല. അതിൽ ചിലർ അവളെ അവജ്ഞയോടെയാണ് നോക്കിയത്. അച്ഛന് ആകെ ചടപ്പ് തോന്നി. ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി അവൾക്ക്. വിശപ്പ് സഹിക്കാനാകാതെ വന്നത് അവൾ പതിയെ കിച്ചൺ സ്ലാബിൽ മൂടി വെച്ചിരുന്ന പാത്രങ്ങളുടെ അടുത്തേക്ക് പോയി. അല്പം മടി തോന്നിയെങ്കിലും അവൾ അതിലൊന്ന് തുറന്നു നോക്കി. അതിൽ പൂരിയായിരുന്നു. വിശപ്പ് കൊണ്ടാവും അത് കണ്ടതും അവളുടെ നാവിലൂടെ വെള്ളമൂറി. തിടുക്കത്തോടെ അവൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 3 പൂരി നിറച്ചും കിഴങ്ങ് കറിയും എടുത്തു. പണ്ടേ അവൾക്ക് കറി കൂടുതലെടുത്താണ് ശീലം. ഓർഫണേജിലാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടത്തിന് ഫുഡ് കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇഷ്ടത്തോടെ അതെല്ലാം വിളമ്പിയെടുത്ത് അടുക്കള സ്ലാബിൽ ഒന്നിൽ കയറി ഇരുന്നു കൊണ്ട് അല്പം പൂരി നുള്ളി എടുത്തുകൊണ്ട് കിഴങ്ങ് കറിയിൽ പൊതിഞ്ഞ് വായിലേക്ക് വെച്ചതും പെട്ടെന്ന് ഒരു കൈ വന്ന് അവളുടെ കയ്യിലിരുന്ന ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. ഞെട്ടിക്കൊണ്ട് അച്ചു വേഗം സ്ലാബിൽ നിന്ന് ചാടിയിറങ്ങി. അവളുടെ മിഴികളൊക്കെ നിറഞ്ഞുപോയി. വായിൽ വെക്കാനെടുത്ത ആഹാരമാണ് തട്ടിത്തെറിപ്പിച്ചത്. അവൾ സങ്കടത്തോടെ തല ഉയർത്തി നോക്കിയതും അവൾക്ക് ഭയം തോന്നി. തലേന്ന് രാത്രി തന്നെ ഒരുക്കി ഡേവിയുടെ മുറിയിലേക്ക് അയച്ച സ്ത്രീയായിരുന്നു അത്. അവർ അവളെ രൂക്ഷമായി നോക്കി പേടിപ്പിക്കുവാണ്. തോന്നുന്നത് പോലെ വന്നെടുത്ത് വെട്ടിവിഴുങ്ങ നിന്റെ തന്തയുടെ വകയാണോടി ആസത്തെ. അവരുടെ വാക്കുകൾ അവളെ ആകെ തളർത്തിക്കളഞ്ഞു. കണ്ണുകൾ നിറച്ച് അവൾ അവരെ നോക്കി. ബാക്കിയുള്ളവരൊക്കെ ഒരു കാഴ്ചക്കാരെ പോലെ എല്ലാം കണ്ടു നിൽപ്പുണ്ട്. അപൂർവം ചിലരിൽ അവളുടെ അവസ്ഥ കണ്ട് സങ്കടവും ചിലരിൽ ഭയവും നിറഞ്ഞു. എങ്കിലും ആർക്കും ആ സ്ത്രീയെ തടയാനായില്ല. കാരണം അവരുടെ ഒക്കെ കിച്ചൺ ഹെഡാണ് അവർ. കണ്ട വേശികൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല ഇവിടത്തെ കിച്ചൺ. ജോലിയെടുത്ത് ആകെ തളർന്നതുപോലെ ഉണ്ടല്ലോ. അവളെ വഷളച്ചുവയോടെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും അച്ഛന്റെ ഹൃദയം മുറിഞ്ഞ് ചോരയൊഴുകി. അവൾക്ക് താങ്ങാൻ സാധിക്കുന്നതിലും കൂടുതലായിരുന്നു അവരുടെ ഓരോ വാക്കുകളും. നിന്റെ സ്ഥാനം ദേ ആ അടുക്കള അപ്പുറത്തെ വിറകുപുര കണ്ടോ, അവിടെ ആയിരിക്കണം. നാളെ മുതൽ നിനക്ക് വേണ്ടത് എന്താണോ അത് കിച്ചണിൽ കയറി പാചകം ചെയ്യണം. പിന്നെ ഇവിടെയൊക്കെ എല്ലാം വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ സമ്മതിച്ചാൽ മാത്രം നിനക്ക് നീ ഉണ്ടാക്കിയ ആഹാരം കഴിക്കാം. മനസ്സിലായോ? അവർ കടുപ്പിച്ച് ചോദിച്ചതും അവൾ പേടിയോടെ ആയി എന്ന പോലെ തലയാട്ടി. അവർ അഹങ്കാരത്തോടെ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചിട്ട് അവൾ വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് തട്ടി. അത് കണ്ട അച്ഛന് കരച്ചിലടക്കാനായില്ല. അവളുടെ തേങ്ങൽ ഉയർന്നതും ബീന അവളുടെ നേരെ വന്നു നിന്നുകൊണ്ട് അവളെ അടുമുടിയൊന്ന് നോക്കി. ഡേവിയുടെ പല്ലിന്റെ പാട് അവളുടെ കഴുത്തിൽ വട്ടത്തിൽ ചുവന്നു കിടക്കുന്ന കണ്ടതും അവന് തികഞ്ഞ പുച്ഛവും അവജ്ഞയും നിറഞ്ഞു. വേഗം ചെന്ന് ഇവിടെയൊക്കെ ഒന്ന് ആടിച്ചു വാരി തുടക്കി. എന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകി ഒതുക്കി വെക്ക്. പിന്നെ നിന്റെ പണികളെല്ലാം ഈ അടുക്കളയിൽ മാത്രം മതി. അവർ അവൾക്ക് നേരെ ആജ്ഞാപിച്ചു. പേടിയോടെ അവൾ തലയാട്ടിക്കൊണ്ട് അവർ പറഞ്ഞതുപോലെ ജോലി ചെയ്യാൻ തുടങ്ങി. ബീന തനിക്ക് പിന്നിൽ നോക്കുകുത്തികളെ പോലെ നിൽക്കുന്ന ബാക്കി ജോലിക്കാർക്ക് നേരെ തിരിഞ്ഞു. എന്ത് പൂരം കാണാൻ നിൽക്കുക? ഇപ്പൊ വിശ്രമ സമയല്ലേ, എല്ലാവരും പൊയ്ക്കോ. പിന്നെ കൃത്യം 3 മണിയാകുമ്പോ തിരികെ കയറിക്കോണം. അവരുടെ ആജ്ഞ കിട്ടിയതും അവരും പോയി. ബീന കിച്ചണിലെ കുഞ്ഞു ഓഫീസ് ചെയറിലേക്ക് അമർന്നിരുന്നു. കിച്ചണിൽ തന്നെ കിച്ചൺ ഹെഡായ അവർക്ക് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു കുഞ്ഞു ഓഫീസ് റൂം ഉണ്ട്. അതിലെ ലാൻഡ് ഫോണിലാണ് ഡെവിയും ഡെറി അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുക. ബീന വർഷങ്ങളായുള്ള അവരുടെ വിശ്വസ്ത സ്റ്റാഫാണ്. ആദ്യം വളരെ പാവമായിരുന്നു അവർ. പിന്നീട് അധികാരം കിട്ടിയപ്പോൾ ആൾ ആകെ മാറി. ഡെവിയും ഡെറിയും കിച്ചൺ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറോ ഇടപെടാറോ ഇല്ല. അതവർക്ക് കൂടുതൽ സൗകര്യമായി. കിച്ചണിൽ ക്യാമറ ഉണ്ടെങ്കിലും അതും ബീനയുടെ സിസ്റ്റത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അച്ചു വൃത്തിയായി തന്നെ അവർ പറഞ്ഞ ജോലികളൊക്കെ ചെയ്തു തീർത്തു. വിശപ്പ് കൊണ്ട് അവൾ ആകെ വലഞ്ഞിരുന്നു. ഓരോ പണികൾ ചെയ്തു തീരുന്നതിനനുസരിച്ച് അവർ പുതിയ ജോലികൾ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ തളർന്ന് അവൾക്ക് തലചുറ്റും പോലെ തോന്നി. അവളുടെ ശരീരം മൊത്തം വിയർത്ത് കുളിച്ച് പതിയെ കണ്ണിൽ ഇരുട്ട് കയറി. ആ പാവം കുഞ്ഞിപ്പെണ്ണ് നിലത്തേക്ക് ഊർന്നു വീണുപോയി. മുഖത്ത് കുറെ വെള്ളം വന്ന് ശക്തിയായി വീണതും അച്ചു പതിയെ കണ്ണൊന്ന് ചിമ്മി തുറന്നു. തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം തോന്നി ആ പെണ്ണിന്. അവൾ ആയാസപ്പെട്ട് മിഴികൾ തുറന്ന് ചുറ്റും നോക്കി.
തനിക്ക് മുൻപിൽ ഒരു കപ്പം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ബീനയെ കണ്ടതും അവൾ ആകെ ഭയന്നുപോയി. ഉള്ള ശക്തിയെടുത്ത് അവൾ പതിയെ എഴുന്നേറ്റ് നിന്ന് ഒരു ഗ്ലാസ് അവർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അച്ചു അതിലേക്കൊന്ന് നോക്കി. കഞ്ഞിവെള്ളം ആണെന്ന് കണ്ടതും അവർ ആർത്തിയോടെ ഒറ്റ വലിക്ക് അത് കുടിച്ചു തീർത്തു. സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് കണ്ണൊന്ന് തെളിഞ്ഞത്. ജോലിയൊക്കെ ഒതുക്കിയില്ലേ, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോ. അവളോട് യാതൊരു മയവും കൂടാതെ പറഞ്ഞിട്ട് അവർ അവരുടെ പണി നോക്കിപ്പോയി. അച്ചുവിന് അല്പം ആശ്വാസം തോന്നി. അവൾ വേഗം ഒരു ചെറിയ കുക്കർ എടുത്ത് അതിലേക്ക് അല്പം അരിയും കുറച്ച് ചെറുപയറും ഇട്ട് വേഗം വെച്ചു. 4 വിസിലടിച്ചപ്പോ തന്നെ അവൾ ഇറക്കി വെച്ചു. മണി 4 കഴിഞ്ഞു. ഇതുവരെയും ഒന്നും കഴിച്ചില്ലല്ലോ എന്നോർത്തപ്പോ അവൾക്ക് അല്പം സങ്കടം തോന്നി. കഞ്ഞി വെന്തതും വേഗം അവൾ ഒരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തു. ചൂട് കാരണം അവൾക്കത് കുടിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ആർത്തിയോടെ അവൾ ആ കഞ്ഞി മുഴുവനും ഊതി കുടിച്ചു. ചില ജോലിക്കാർ അവളെ സഹതാപത്തോടെ നോക്കി. ബീനയെ എതിർക്കാൻ ഭയമായതുകൊണ്ട് തന്നെ ആരും അച്ഛനടുത്തേക്ക് പോലും ചെന്നില്ല. കഞ്ഞി കുടിച്ചു കഴിഞ്ഞതും അവൾ അല്പം ഉഷാറായി. അപ്പോഴേക്കും ബീന അവളോട് അടുത്ത ഓർഡർ ഇട്ടിരുന്നു. അച്ചു ആകെ വശം കെട്ടുപോയി. രവി വരുന്നതിന് മുമ്പ് അവിടെ ജോലിക്കാരിയായി നിന്നിരുന്ന സമയം പോലും അവൾക്ക് ഇത്രയും കഷ്ടതയില്ലായിരുന്നു. അന്നും അവൾക്ക് ബീനയെ പേടിയായിരുന്നു. അവൾക്ക് ആരോടും പ്രത്യേകിച്ചൊരു മമതയും ഇല്ലെന്ന് അവൾക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. എതിർത്തൊന്നും പറയാതെ ബീന പറയുന്ന ഒരു ജോലികളും അച്ചു ചെയ്തു തീർത്തു. 6 മണിയായതും അവർ അവളോട് കുളിച്ചൊരുങ്ങി ഡെവിയുടെ മുറിയിലേക്ക് പോകാൻ ഉത്തരവിട്ടു. ഡെവിയുടെ പേര് കേട്ടതും അവളിൽ അതുവരെ ഉണ്ടായിരുന്ന കുഞ്ഞാശ്വാസം കൂടി പോയി കിട്ടി. ഭയം കൊണ്ട് അവൾ ആകെ വിറച്ചു. ബീന അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു. രാത്രി നല്ലതുപോലെ ദേഹാനങ്ങി പണിയെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞ് നീ താഴേക്ക് വന്നേക്ക്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരാം. ആ പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ പോലെ ഒരു ഉച്ചവരെയുള്ള ഉറക്കമൊന്നും വേണ്ട. നാളെ രാവിലെ തന്നെ നീ കിച്ചണിൽ ഉണ്ടായിരിക്കണം. അല്പം ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറയുന്നവരെ കണ്ട് അവൾ പേടിയോടെ തലകുലുക്കി. അവരുടെ അർത്ഥം വെച്ചുള്ള സംസാരത്തിൽ അവളുടെ ഹൃദയം നോവുന്നുണ്ടായിരുന്നു. അപ്പോഴും അവർ അറിഞ്ഞില്ല ആ കൊട്ടാരത്തിലെ ഒരേ ഒരു റാണിയെ തന്നെയാണ് അവർ ഇട്ട് ദ്രോഹിക്കുന്നതെന്ന്. വിമൽ മാധവന് മുമ്പിൽ വന്ന് നിന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോ? കയ്യിലിരിക്കുന്ന മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തുകൊണ്ട് മാധവ് അവനോട് ചോദിച്ചു. ഇല്ല, ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയവൾ പിന്നീട് അവിടെയുള്ള ആരുമായും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ പോകാനിടയുള്ളത് ഒക്കെ നമ്മുടെ ആളുകൾ അരിച്ചു പിറക്കി. പക്ഷെ അവിടെയും ഫലം കണ്ടില്ല. വിമൽ നിരാശയോടെ പറഞ്ഞു. പെട്ടെന്ന് മാധവന്റെ ഭാവം മാറി. അവന് ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. എനിക്കവളെ എത്രയും പെട്ടെന്ന് വേണം വിമൽ. ഇതുവരെ വന്നു ചേർന്നിട്ടും അവളെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വെച്ച ഷെയ്മോണിയും. മാധവ് അവന് നേരെ മുരണ്ടു. സർ, ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കും. കുറച്ച് സമയം കൂടി തരൂ, വിമൽ ഭവ്യതയോടെ പറഞ്ഞു. എത്ര സമയം വേണം നിനക്ക്? സമയം എത്ര വേണമെങ്കിലും എടുത്തോ, പക്ഷെ കാര്യം നടന്നിരിക്കണം. ഒരു തരത്തിൽ നോക്കിയ ഈ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട്. മാധവ് തിളങ്ങുന്ന മിഴികളോടെ പറഞ്ഞതും വിമൽ ഒരു പെക്ക് ഗ്ലാസിലേക്ക് പകർത്തി. സാറിനൊന്ന് അന്വേഷിച്ചൂടെ? അതാവുമ്പോ വേഗം കണ്ടുപിടിക്കാലോ. ഈ കാര്യത്തിൽ എനിക്കിപ്പോ നേരിട്ടിറങ്ങാൻ പറ്റില്ല വിമലെ. നിനക്കറിയാലോ, ആ തെണ്ടി IG സസ്പെൻഷൻ ലെറ്റർ തന്നു, കൂടെ ഒരു സ്ഥലം മാറ്റവും. മാധവ് ഈർഷ്യയോടെ പറഞ്ഞു. പെട്ടെന്നാണ് മാധവന്റെ ഫോൺ ബെല്ലടിച്ചത്. അവൻ ഫോൺ എടുത്ത് ആൻസർ ബട്ടൺ ടച്ച് ചെയ്തുകൊണ്ട് കാതോട് ചേർത്തു. ഹലോ അപ്പച്ചിക്കുട്ടി, എന്താണ്? വാക്കുകളിൽ സൗമ്യത നിറച്ചുകൊണ്ട് അവൻ ജയോട് സ്നേഹത്തോടെ സംസാരിച്ചു. നീ ഇതെവിടെയാ ചെക്ക? വീട്ടിൽ വന്നിട്ട് ദിവസം 2 ആയി. ദേ ഏട്ട ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. മറുവശത്ത് നിന്നും അത്രയും സ്നേഹത്തോടെയുള്ള വാക്കുകൾ അവന്റെ കാതിൽ വന്ന് പതിഞ്ഞു. ഓഹ്, പൂജാരിക്ക് എന്തിനാണാവോ ഇപ്പൊ നമ്മളെയൊക്കെ? പുച്ഛത്തോടെ മുഖം ചുളുക്കിക്കൊണ്ടാണ് അവന്റെ ചോദ്യം. ഡാ ചെക്ക, അടി വാങ്ങുന്നേ. ആ പാവത്തെ എന്തിനാടാ ഇങ്ങനെ കളിയാക്കുന്നത്? നിന്നെ കാണാതെ ആകെ സങ്കടത്തിലാ പാവം. ജയ അവനോട് പരിഭവിച്ചു. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? അല്ലെങ്കിലും നിങ്ങൾ ഏട്ടനും അനിയത്തി എന്നും ഒറ്റക്കെട്ടാണല്ലോ. നമ്മൾ പുറത്ത്. പൊട കുശുമ്പ. നാളെയെങ്കിലും നീ വീട്ടിൽ വന്നില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും, പറഞ്ഞേക്കാം. അവരുടെ സംസാരം പിന്നെയും നീണ്ടുപോയി. സത്യത്തിൽ മാധവൻ അവന്റെ അപ്പച്ചി എന്ന ജീവൻ തന്നെയായിരുന്നു. എങ്കിലും സ്വന്തം നേട്ടത്തിനു വേണ്ടി അവരുടെ മകളെ കൊല്ലാൻ അവൻ ഒട്ടും മടിക്കുകയുമില്ല. കാരണം അവന് സ്നേഹം അവന്റെ അപ്പച്ചിയോട് മാത്രമാണ്, അല്ലാതെ അവർക്ക് വേണ്ടപ്പെട്ടവരോടായിരുന്നില്ല. പക്ഷെ ആതിരയുടെ ഫോട്ടോ കണ്ടപ്പോ അവന്റെ മനസ്സ് മാറി. ഇപ്പൊ അവൻ അവളെ അത്രയും ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. അവളെ ഒരു മുള്ളുകൊണ്ട് പോലും നോവിക്കാൻ അവൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും അവൻ അറിഞ്ഞില്ല അവൾ ഒരു ചെകുത്താൻ സ്വന്തമായി കഴിഞ്ഞു എന്ന സത്യം. ഡെവി മാൻഷനിൽ എത്തിയപ്പോൾ തന്നെ സമയം 9 കഴിഞ്ഞിരുന്നു. ഡെറി ഇനിയും എത്തിയിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെയാണ്, അവന്റെ സമയം അവന് തന്നെ നിശ്ചയമില്ല. ഡെവി അകത്തേക്ക് വന്നതും ഗാർഡ്സ് എല്ലാം അവനെ വിഷ് ചെയ്തു. ഡെവി ആകെ മുഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം മുറിയിലേക്കാണ് പോയത്. ഡോർ തുറന്ന് ആരോ അകത്തേക്ക് വരുന്നത് കണ്ടതും അതുവരെ സോഫയിൽ പേടിച്ച് വിറച്ചിരുന്ന അച്ചു ചാടി എഴുന്നേറ്റു.
ഡെവിയെ കണ്ടതും അവൾക്ക് പേടി കൊണ്ട് മുട്ടിടിക്കാൻ തുടങ്ങി. അവൻ അവളെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ ബാഗും കോട്ടും എല്ലാം ബെഡിക്കൊണ്ട് വെച്ചിട്ട് നേരെ ചെന്ന് കബോർഡ് തുറന്ന് ഒരു ടവലും എടുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. അച്ചു ആകെ വിറച്ചു നിൽക്കുവാണ്. അവൾക്ക് തൊണ്ടയൊക്കെ വരണ്ടുണങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുവാണ് അവള്. ഡെവി കുളി കഴിഞ്ഞിറങ്ങിയിട്ടും അവൾ അതേ നിൽപ്പ് നിൽക്കുവാണ്. അവൻ പതിയെ അവൾക്ക് അടുത്തേക്ക് ചെന്നത് തുള്ളൽ പനി പിടിച്ചവരെ പോലെ അവൾ നിന്ന് തുള്ളി വിറച്ചു. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഗൗരവത്തോടെയാണ് അവന്റെ ചോദ്യമെങ്കിലും അതിൽ അവളോടുള്ള കരുതൽ നിറഞ്ഞിരുന്നു. കഴിച്ചു. ബെക്കി വിറച്ചുകൊണ്ട് അവൾ ഉത്തരം കൊടുത്തു. എന്താ കഴിച്ചത്? അവൻ അവളുടെ ബെക്കിയുള്ള സംസാരം കേട്ട് ഇനി കഴിച്ചില്ലേ എന്ന് കരുതി വീണ്ടും എടുത്തു ചോദിച്ചു. ചപ്പാത്തി വെജിറ്റബിൾ സ്റ്റൂവും. ഒട്ടും ആലോചിക്കാതെ അവൾ ഉത്തരം പറഞ്ഞതും അവൾ ആഹാരം കഴിച്ചു എന്ന് അവന് മനസ്സിലായി. ഉറക്കം വരുന്നെങ്കിൽ കിടന്നു, എനിക്ക് നൈറ്റ് കുറച്ച് വർക്കുണ്ട്, ഞാൻ വരാൻ വൈകും. അവളോട് അലസമായി പറഞ്ഞിട്ട് ബെഡിലിരുന്ന ലാപ്പും എടുത്ത് അവൻ പുറത്തേക്ക് പോയി. സത്യത്തിൽ അച്ഛന് അപ്പോഴായിരുന്നു ശ്വാസം നേരെ വീണത്. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പതിയെ സോഫയിലേക്ക് ചാഞ്ഞു കിടന്നു. കിടന്ന പാടെ അവൾ ഉറങ്ങുകയും ചെയ്തു. ഡെവി ആദ്യം ഫുഡ് കഴിക്കാനാണ് ചെന്നത്. ബീനയാണ് അവർക്കുള്ള ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. പാത്രത്തിൽ 4 ചപ്പാത്തി, ബീഫ് റോസ്റ്റും വെജിറ്റബിൾ സ്റ്റൂവും അവർ വിളമ്പിക്കൊടുത്തു. മറ്റൊരു ചെറിയ പാത്രത്തിൽ കട്ട് ചെയ്ത ഫ്രൂട്ട്സും അല്പം നട്ട്സും കൂടെ വലിയൊരു ഗ്ലാസ് മുസംബി ജ്യൂസും ഉണ്ട്. രാത്രിയിൽ ഇത് പതിവാണ്. മീറ്റിന് മാത്രമേ മാറ്റം കാണൂ. അവൻ അത് കഴിക്കാനായി എടുത്തതും അവന്റെ നെഞ്ചിൽ എന്തോ ഭാരം നിറഞ്ഞു. മുൻപിൽ ഇരിക്കുന്ന ആഹാരം കഴിക്കാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവനെ കണ്ട് ബീനയുടെ നെറ്റി ചുളിഞ്ഞു. എന്തു പറ്റി സാർ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നത്തിങ്. ആതിര ഫുഡ് കഴിച്ചായിരുന്നോ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് ബീന ഒന്ന് ഞെട്ടിപ്പോയി. ആ പെണ്ണിന്റെ കാര്യം സാറ് തിരക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കഴിച്ചു സാർ, ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂ ആണ് കഴിച്ചത്. ബീന അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് അവന്റെ പുരുകമൊന്ന് ചുളിഞ്ഞു. അവൻ തന്റെ മുൻപിലിരിക്കുന്ന വിഭവങ്ങളിലേക്ക് ഒന്ന് നോക്കി. അതെന്താ, അവൾക്ക് ജ്യൂസും നട്ട്സും ഫ്രൂട്ട്സും ബീഫും ഒന്നും ഇറങ്ങില്ലേ? അല്പം ഗൗരവത്തോടെ അവൻ ചോദിച്ചതും അവരുടെ ഉള്ളിൽ ഒരു നടുക്കം ഉണ്ടായെങ്കിലും പുറമെ അവർ കൂളായി നിന്നു. ആ കുട്ടിക്ക് അത് മാത്രം മതിയെന്ന് പറഞ്ഞു നിർബന്ധിച്ചു നോക്കിയതാണ്. പക്ഷേ അവർ അങ്ങനെ പറഞ്ഞു ഡെവി ഒന്ന് ശ്വാസം എടുത്തു വിട്ടു. ഇടയ്ക്കിടയ്ക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണം. അവൾക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അവൻ അവരോട് കൽപ്പിച്ചതും ബീന അറിയാതെ തന്നെ ശരിയെന്ന് തലകുലുക്കിപ്പോയി. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ തന്റെ ലാപ്പ് എടുത്ത് ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. ഓഫീസ് റൂം ഉണ്ടെങ്കിലും അവൻ ഇതാണ് ശീലം. സമയം ഇഴഞ്ഞു നീങ്ങിയതും ഡെവിയുടെ മിഴികൾ ഇടയ്ക്ക് വാൾ ക്ലോക്കിലേക്ക് നീങ്ങും. സമയം 11 കഴിഞ്ഞതും ഡെറിയുടെ കാർ മാൻഷന് മുമ്പിൽ വന്നു നിന്നു. അവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും ഡെവി ആശ്വാസത്തോടെ തന്റെ ശ്രദ്ധ ലാപ്പിലേക്ക് തിരിച്ചു. കയ്യിൽ ഒരു കവറും പിടിച്ച് ആകെ കോലം കെട്ട് കയറി വരുന്നവനെ കണ്ട് ഡെവി അനങ്ങിയില്ല. ഇത് സ്ഥിരം കാഴ്ചയാണ്. ഡെറി കയ്യിലിരുന്ന കവർ ഡെവിയുടെ മുൻപിലുള്ള ടേബിളിലേക്ക് വെച്ചിട്ട് ഡെവിയെ ഒന്ന് നോക്കി. അവിടെ പതിവ് പോലെ നെവർ മൈൻഡ് എന്ന് കണ്ടതും അവൻ നേരെ ചെന്ന് കൈ കഴുകി ഡൈനിങ് ടേബിളിലെ ചെയറിലിരുന്നു. ഡെറി കഴിക്കാൻ ഇരുന്നെന്ന് കണ്ടതും ഡെവി കിച്ചൺ കോൾ ബെൽ പ്രസ് ചെയ്തു. പെട്ടെന്ന് തന്നെ കിച്ചൺ സ്റ്റാഫ് ഡെറിക്കുള്ള ഫുഡ് ചൂടോടെ കൊണ്ടുവന്നു കൊടുത്തു. ഡെറി ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. അവൻ അങ്ങനെയാണ്, ആഹാരം എപ്പോഴും രുചിയോടെ ഇഷ്ടത്തോടെയും രസിച്ച് കഴിക്കുന്നവൻ. ഡെവി ആതിരയും കഴിച്ചോ? ഡെറിയുടെ ചോദ്യം കേട്ട് ബീനയ്ക്ക് അച്ഛനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഡെവി കഴിച്ചോ എന്ന് ഡെറി സ്റ്റാഫിനോട് തിരക്കുന്നത് പതിവാണ്. പക്ഷെ ഇപ്പൊ പുതിയ ഒരാളുടെ പേരുകൂടി സ്ഥാനം പിടിച്ചതും ഡെവിയുടെ ചുണ്ട് ഒരു കുഞ്ഞു ചിരി വിടർന്നു. കഴിച്ചു സാർ. ബീന വിനയത്തോടെ ഉത്തരം പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ വേഗം കഴിച്ചിരുന്നേറ്റു. ഗുഡ് നൈറ്റ് ഡാ ചെകുത്താനെ. ഡെവിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ കൊണ്ടുവന്ന കവർ കയ്യിലെടുത്തു. എന്നിട്ട് തന്നെ ശ്രദ്ധിക്കാതെ ലാപ്പിൽ കമിഴ്ന്ന് കിടക്കുന്ന ഡെവിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഡെറി നേരെ ഡെവിയുടെ മുറിയിലേക്ക് വെച്ച് പിടിച്ചു. ഇതും സ്ഥിര ഏർപ്പാടായതുകൊണ്ട് തന്നെ ഡെവി വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഡെറി അച്ഛനെ തിരക്കിയാണ് ഡെവിയുടെ മുറിയിലേക്ക് ചെന്നത്. അവിടെ സോഫയെ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ട് ഡെറി അവൾക്കടുത്തേക്ക് നടന്നു. അച്ഛന്റെ കിടപ്പ് കണ്ട് ഡെറിക്ക് ചെറിയ വിഷമം തോന്നി. അവൻ അവക്കടുത്ത് മുട്ടുകുത്തിയിരുന്നു. ലൈറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ആ മുറിയിലെ നിറഞ്ഞ പ്രകാശത്തിൽ ആ കുഞ്ഞിപ്പെണ്ണ് ഒരു മാലാഖയെ പോലെ തോന്നിച്ചു. ആതിരക്കുട്ടി. ഡെറി പതിയെ അവളുടെ കവളി തട്ടി വിളിച്ചതും ഗാഠമായ ഉറക്കത്തിൽ കിടന്ന അച്ചു കുറിക്കൊണ്ട് ഒന്നുകൂടി ചുരുണ്ടുകൂടി. അത് കണ്ട് അവന് ചിരി വന്നു. ആതിര മോളെ, ഇച്ചന്റെ കൊച്ചേ, എഴുന്നേറ്റേ. അവൻ വീണ്ടും അവളെ കുലുക്കി വിളിച്ചതും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് പെണ്ണ് ചാടി എഴുന്നേറ്റു. തന്നെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവനും ഒന്ന് ഞെട്ടിപ്പോയി. സ്വബോധം വന്നതും അച്ഛനെ വിറയ്ക്കാൻ തുടങ്ങി. ഡെറി അവളെ വാത്സല്യത്തോടെ നോക്കി. അവൻ അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. നീ എന്തിനാ കൊച്ചെ ഇത്രയും വലിയ ബെഡുണ്ടായിട്ടും ഈ സോഫയിൽ കയറി ചുരുങ്ങി കിടക്കുന്നേ?
അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ വിഷമത്തോടെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ അവളെ നോക്കി സൗമ്യമായൊന്ന് പുഞ്ചിരിച്ചു. നീ അവനെ ഇങ്ങനെ പേടിക്കേണ്ട കൊച്ചേ, നിന്നെ അവൻ ഒന്നും ചെയ്യുകയില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടിയോനല്ലേടി അവൻ. നേരെ കൂറുമ്പോടെ പറഞ്ഞതും അച്ഛന്റെ മെഴികളൊന്ന് പിടഞ്ഞു. ഇച്ചന്റെ കൊച്ച് അതൊക്കെ തൽക്കാലം അങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് ഇച്ച എന്തൊക്കെയാ എന്റെ കൊച്ചിന് കൊണ്ടുവന്നതെന്ന് നോക്കിക്കേ. കയ്യിലെ കവറിൽ നിന്ന് സ്ട്രോബെറിയുടെ ഐസ്ക്രീം എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു. അച്ചുവിന്റെ മെഴികൾ വല്ലാതെ വിടർന്നു പോയി. ജീവിതത്തിൽ ആദ്യമായാണ് അവൾക്കത് കഴിക്കാൻ കിട്ടുന്നത്. അവളുടെ മിഴികളിൽ നീർ പൊടിഞ്ഞു. ഒത്തിരി സ്നേഹത്തോടെ ഒട്ടും പേടിയില്ലാതെ അവൾ ഡെറിയെ നോക്കി. ഇത് എനിക്കാണോ? വിശ്വാസം വരാത്തതുപോലെ അവൾ വീണ്ടും ചോദിച്ചതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൾ ഹൃദയം കൊണ്ട് ആ മുത്ത ഏറ്റുവാങ്ങി. എന്റെ പെങ്ങൾക്കല്ലാതെ ഞാൻ വേറെ ആർക്ക് കൊണ്ടുവരാനാ? അവന്റെ ചോദ്യം കേട്ട് അന്ന് ആദ്യമായി തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരാളെ കിട്ടിയെന്ന സന്തോഷത്തിൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി. ഡെറി അവളെ ചേർത്ത് പിടിച്ചു. കൊച്ചേ, നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് ഇച്ചൻ അറിയാം. എന്റെ കൊച്ചു ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്നെ ആദ്യമായി ചേർത്ത് പിടിച്ചതും നിനക്കൊരു സ്വന്തം ഉണ്ടാക്കി തന്നത് ഞാനല്ല, അത് ഡെബിയാണ്, നിന്റെ ഭർത്താവ്. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും അവൻ നിന്നെ ഉപേക്ഷിക്കാനാവില്ല. നിന്നെ പൊന്നുപോലെ നോക്കും അവൻ. അവൻ കഴിഞ്ഞ് നിന്റെ ഈ കുഞ്ഞു മനസ്സിൽ എനിക്ക് പോലും ഒരു സ്ഥാനം പാടുള്ളൂ. ഡെറിയുടെ വാക്കുകേട്ട് അച്ചു അവനെ ഞെട്ടലോടെ നോക്കി. അറിയാതെ അവളുടെ കൈകൾ തന്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നിൽ പിടിമുറുക്കി. എന്തോ വല്ലാത്ത ആശ്വാസം തോന്നി അവൾക്ക്. ആരൊക്കെയോ കൂടെ ഉള്ളതുപോലെ. പാവാടി കൊച്ചി അവൻ. നീ ഒന്ന് സ്നേഹിച്ചു നോക്ക്. തിരിച്ചവൻ നിനക്ക് അവന്റെ ജീവൻ തന്നെ പകരം തരും. ഇത് നിന്റെ ഇച്ഛ നിനക്ക് തരുന്ന വാക്കാ. അല്ല, നിന്റെ ഈ പേര് വിളിക്കാൻ ഭയങ്കര കഷ്ടാണെന്നേ. ഇതൊന്ന് ചുരുക്കാൻ വല്ല വഴിയുണ്ടോ? ഡെറിയെ ഇമ്മച്ചിമ്മാതെ കേട്ടിരുന്നു അവൾ. അവൻ ചെറുചിരിയോടെ അവൾക്ക് ഐസ്ക്രീം കൊടുത്തു. അച്ചൊന്ന് വിളിച്ചാ മതി, എല്ലാവരും അങ്ങനെ വിളിക്ക. കൗതുകത്തോടെ അവൾ അത് വാങ്ങി കഴിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു സ്പൂൺ വായിൽ വെച്ചതും അവളുടെ മിഴികൾ വിടർന്നു പോയി. അത് മുഴുവനും അവൾ ആസ്വദിച്ചു കഴിച്ചു. ഡെറി ചിരിയോടെ അവളെ നോക്കിയിരുന്നു. കഴിച്ചു കഴിഞ്ഞതും അവൾ അതിന്റെ കൂട് നക്കിയെടുത്തു. അവളുടെ ചുണ്ടിന്റെ മുകളിൽ പറ്റിയ ഐസ്ക്രീം ഡെറി തന്റെ കൈകൊണ്ട് തുടച്ചു കൊടുത്തു. അച്ചു അവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. അവൻ കവറിൽ നിന്നും ഒരു ഡയറി മിൽക്ക്, പോപ്കോണും കപ്പ വറ്റലും മുട്ടപ്പപ്സും ചൂട് പഴംപൊരി എടുത്ത് അവളുടെ കൈ കൊടുത്തു. ഇത് നാളെ കഴിച്ചാൽ മതി. പക്ഷേ ഈ മുട്ടപ്പപ്സും പഴംപൊരി ഇപ്പൊ തന്നെ കഴിക്കണം. നാളത്തേക്ക് ഇത് കൊള്ളില്ല. അവളുടെ മിഴികൾ അതിശയത്തോടെ വിടർന്നു വന്നു. ഇത്രയധികം സാധനങ്ങൾ തനിക്കാണോ എന്ന പോലെ അവൾ അവനെ നോക്കി. അവൾ പതിയെ അതൊക്കെ എടുത്ത് കഴിച്ചു. വൈകിട്ട് ബീന അവൾക്ക് കഴിക്കാൻ ചപ്പാത്തി കൊടുത്തെങ്കിലും അത് അവൾക്ക് നിറഞ്ഞിരുന്നില്ല. എന്നാൽ ഇതെല്ലാം കൂടി കഴിച്ചതും അവളുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു.